ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ ഒരു പ്രായമുള്ള ഒരാളെ കണ്ടു. ആണും പെണ്ണും, ഒരു 65 വയസ്സുള്ള ഉമ്മയും ഒരു 70 വയസ്സുള്ള ഉപ്പാപ്പയും അവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമായി. എന്തിനാ പഠിച്ചോനെ മുന്നിൽ തന്നെ ഇവരെ കൊണ്ടാ നിർത്തിയിരിക്കുന്നത്? അപ്പോൾ അവർ സംഘാടകരോട് ചോദിച്ചു, അവരൊന്ന് അപ്പുറം മാറ്റിയിരുത്തും. അപ്പോൾ സംഘാടകർ പറഞ്ഞു അവർക്ക് അവാർഡ് വാങ്ങിക്കാൻ വന്നതാ, അവർ ക്ലാസ്സിന് വന്നതല്ല. എന്ത് അവാർഡ്? നമ്മുടെ ക്ലാസ്സിൽ നാട്ടിൽ 40 വർഷക്കാലമായി ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചതിന് അവർക്ക് ഇന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശീലകനൊരു തമാശ തോന്നി, ഇവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാലോ. അപ്പോൾ ഇവരുടെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാകാൻ, ഇത്രയധികം അവാർഡ് വാങ്ങാൻ മാത്രമുള്ള ജീവിതമാകാനുള്ള കാരണം എന്താണ് എന്നൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത് പറഞ്ഞപ്പോൾ ഈ ആണുങ്ങളൊന്നും മിണ്ടുന്നില്ല. മൂന്നാമതും പറഞ്ഞപ്പോൾ ആണിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോയ മൈക്ക് വാങ്ങിയിട്ട് പെണ്ണൊരു വർത്താനം പറഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ പറയാം, ഇതിയാന് ജന്മനാ ചെവി കേൾക്കൂല, അതാ കാരണം എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് എന്തും പറയായിരുന്നു, ഓരോന്നും കേൾക്കൂലല്ലോ. അങ്ങനെ ഞാനങ്ങനെ പടപടാ പറയും, മൂപ്പരൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്ന് നമ്മൾ ജീവിക്കുക. ആണെന്തോ പറഞ്ഞു, അത് പെണ്ണിന് പ്രശ്നമായി. പെണ്ണെന്തോ പറഞ്ഞു, പെണ്ണിൻ്റെ ഉമ്മ എന്തോ പറഞ്ഞു. അങ്ങനെയാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. നീയല്ല പ്രശ്നം, നിൻ്റെ ഉമ്മയാണ് പ്രശ്നം. എത്ര ആൾക്കാരുണ്ടെന്നറിയോ ഭയങ്കര ഭീകരവാദം കാണിച്ച് കൊണ്ടു നടക്കുന്ന. അവർക്ക് ഈ കുടുംബ ജീവിതത്തിൽ അതാണ്, അയാൾ ഇന്നതേ പറയാൻ പറ്റുള്ളൂ, ഇയാൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിട്ടൊന്നും ഇതിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മറിച്ച് നമ്മളൊരു ഇസ്ലാമിക ഫിലോസഫിയിലുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് ധാരാളം ദർശനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഉസ്താദ്മാരുടെ മുമ്പിൽ ഞാൻ ഇതിങ്ങനെ ഓതാം. അത് സൂറത്തുർ റൂമിലെ ഒരായത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നമ്മളെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും സാംശീകരിക്കുന്ന ഒരു കുഞ്ഞു കഷ്ണം ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ നാം ഇണകളെ ഉണ്ടാക്കി തന്നു. എന്തിനാണ് ഇണകൾ? എന്തിനാണ് വിവാഹം? തസ്കുനു ഇലൈഹ, മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കിതുവരെ കിട്ടാത്തൊരു സ്വസ്ഥത കിട്ടണം, ഇതുവരെ കിട്ടാത്തൊരു സമാധാനം കിട്ടണം. പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് ആജിയാർ ഹൗലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചുറ്റിക്കളിക്കുക. അപ്പോൾ ഖത്തീബ് ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ നാട്ടിലൊന്നും അല്ലേ, വേറെ ഏതോ ഒരു നാട്ടിലൊരു കാര്യമാണ്. അപ്പോൾ ഖത്തീബ് ഉസ്താദ് ചോദിച്ചു, ഇതെന്തേ നിങ്ങൾ പള്ളിയിലൊന്നും വീട്ടിൽ പോകുന്നില്ലേ, വള്ളി അടക്കാനായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവിടെ പോയിട്ട് എന്താ കാര്യം, ഭയങ്കര ചൂടാ വീട്ടിൻ്റെ അകത്ത്, ഈ ഹൗലിൻ്റെ അടുത്തൊരു തണുപ്പാ, പിന്നെ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. കാരണം എന്താ, അവിടെ ചൂടാ. എന്തല്ലോ ചോദിച്ചാൽ തർക്കുത്തരം പറയും, മൂക്കത്ത് ചൂണ്ടിയാ, എല്ലാറ്റിനും കുറ്റപ്പെടുത്തല. അപ്പോൾ ഭർത്താവിന് വീട്ടിൽ പോകാൻ തോന്നൂല. ഈ സക്കീനത്തില്ലാതെയായി പോവുക, പ്രായം കൂടുന്നതിനനുസരിച്ച് സമാധാനം ഇല്ലാതെയായി പോവുക. അപ്പം സക്കീനത്തോടു കൂടി ജീവിക്കുക, സമാധാനത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ നിന്നെ കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്ന, തുറന്ന് പറയുന്ന, മക്കളെ മുമ്പെന്ന് പറയുന്ന എത്ര ആണുങ്ങളും പെണ്ണുങ്ങളുണ്ട് അറിയോ? ഇന്നെ തൊട്ടേരെ ഞാൻ മുടിഞ്ഞത്, അപ്പം മറ്റേയാളും വിടൂല, അതൊരു വെടി വെക്കോ, നിങ്ങൾ നല്ല മനുഷ്യനായിട്ടാ എന്ന് വെച്ച് അങ്ങോട്ടും പറയും. എത്രയാ വീടുകളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ഡയലോഗുകളെ കൊണ്ട്. സക്കീനത്ത് ഉണ്ടാകാനുള്ള വഴി എന്താണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു. അതിന് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ നാം മവദ്ദത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നു, വറഹ്മ, കാരുണ്യത്തെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പം രണ്ട് സംഗതികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മവദ്ദത്തും ഉണ്ടെങ്കിൽ, റഹ്മത്തും ഉണ്ടെങ്കിൽ, സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ, നമ്മളെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ വീട് ഇങ്ങനെ ഈ രണ്ട് തൂണിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പൊട്ടിയാൽ അത് കുടുംബത്തിൻ്റെ പതനമായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. എത്ര പ്രായമായാലും സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സ്നേഹത്തിൻ്റെ വരിഷ്ഠമായ ബന്ധങ്ങളിൽ
പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് എല്ലാം. കുട്ടിക്ക് വേണ്ടത് സ്നേഹ, ഭർത്താവിന് വേണ്ട സ്നേഹ, ഭാര്യയ്ക്ക് വേണ്ട സ്നേഹ, ഉസ്താദിന് വേണ്ട സ്നേഹ. നമ്മൾ അതിലേക്കുള്ളൊരു തിരിച്ചുവരവ് നമുക്ക് പറ്റണം. എന്താണ് സ്നേഹം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ അപ്പുറത്തുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? അതിന് വിഷമമുണ്ടോ? ഭാര്യ നിങ്ങളുടെ വൈഫ് അപ്പുറം ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ, പഠിച്ചോനെ വന്നിനും കാടി ഉണ്ടാവും, എവിടെയും പോകില്ല. റൈറ്റ്, അത്രയും ആളുകളുടെ ഭാര്യ വന്നിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിത് സംസാരിക്കുന്നതിന് ആ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പലർക്കും അഭിപ്രായ വ്യത്യാസമാണ്. എങ്ങനെയാണ് ഇത് സ്നേഹം മനസ്സിലാക്കാൻ പറ്റുക? എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ഏറ്റവും നന്നായി കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങോട്ടത് അതിനനുസരിച്ച് കിട്ടുന്നില്ല. അതെല്ലാവരും വിചാരിക്കുക. മറ്റു ചില ആളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പ്രകടിപ്പിക്കാൻ അറിയില്ല. അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ, അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അതോടുകൂടി അവർ ജീവിതത്തിൽ പരാജയമാണ്. പക്ഷെ പാർട്ട്ണർക്ക് വേണ്ടത് എന്താണ്? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് ചെന്നിട്ട് ആയിഷ കേൾക്കേ പറയുമത്രേ, അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹബ്ബ ആയിഷ, അൽഹംദുലില്ലാഹില്ലദീ റസഖനി ഹബ്ബ ആയിഷ. ആയിഷാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹ്ക്ക് സ്തുതി. ആര് കേൾക്കുക പറയുന്നത്? പ്രിയപ്പെട്ട ഭാര്യ കേൾക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ പ്രിയപ്പെട്ടവളാ എന്ന് പറയും. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് പറയാം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്നേഹമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടും. നിങ്ങളെ കുട്ടിക്ക് ബോധ്യപ്പെടണം സ്നേഹം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നോട് എൻ്റെ ചെറിയ മോൾ 6 വയസ്സുകാരി, ഞാൻ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ കുട്ടിക്ക് പറയും, എന്താ ചിരിക്കാത്തേ? കുട്ടി നടത്തിയ ഒരു പെർഫോമൻസ് ഞാൻ ശ്രദ്ധിക്കാതിരുന്നാൽ എന്തേ ഒന്നും പറയാത്ത കണ്ടോ? അപ്പോൾ ആ കുട്ടിക്ക് സ്നേഹം എന്ന് പറയുന്നത് കിട്ടുന്നത് ചിരിക്കുമ്പോഴും പറയുമ്പോഴുമാണ്. നമ്മളിൽ എത്ര പേർ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് പോകുമ്പം ആണുങ്ങൾ ഒന്ന് ചിരിച്ച് സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വൈഫിന്, മക്കൾക്കൊരു ചുംബനം കൊടുക്കാൻ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? എന്തേ നമ്മളെ മനസ്സ് ഇങ്ങനെ ഭയങ്കര പിടുത്തത്തിലായിപ്പോയി? എന്തേ അവിടെ അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർ വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പം കോളിംഗ് ബെല്ലടിക്കുമ്പം ഒന്ന് മുന്നിലേക്ക് വന്നൊന്ന് സ്മാർട്ടായിട്ട് ചിരിച്ച് അൽഹംദുലില്ലാ എന്ന സമയത്തിന് എത്തിയല്ലേ, നേരത്തെ എത്തിയല്ലേ എന്നൊക്കെ 2 വർത്താനം പറയുന്ന ഒരു പുഞ്ചിരി തൂകി മുമ്പിൽ നിൽക്കുന്ന ഒരു പെണ്ണ് എന്തേ ഇല്ലാതെ നമ്മളെന്തിനാ ജീവിതത്തിന് ഇത്ര ഭാരമുള്ള സംഗതിയാക്കി എടുക്കുന്നത്?